ഹലോ വിജയകുമാർ, ഗുഡ് ഈവനിങ്. എല്ലാം ഓക്കെ. നമുക്ക് സ്റ്റണ്ട് തുടങ്ങാനുള്ള സമയമാകുന്നു. അപ്പോ ഈ സ്റ്റണ്ടിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാത്തിനും തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സാധനം വേണോ? അത് ഇപ്പോ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയായി, എല്ലാം കഴിഞ്ഞു. അപ്പോ നാളെ എല്ലാവരും ഓർത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നാളെ സൂക്ഷ്മ പരിശോധന, തൊട്ടടുത്ത ദിവസം പിൻവലിക്കാനുള്ള സമയം തീരും. അതോടുകൂടി ഒരു ചിത്രം തെളിയും. ഇതുവരെ ചിത്രം തെളിയാൻ ബാക്കി കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയായി. അപ്പൊ തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമായി. ഞാനും വിജയകുമാറും സ്റ്റണ്ട്, ഞങ്ങൾ തമ്മിലുള്ള സ്റ്റണ്ടല്ല, തെരഞ്ഞെടുപ്പ് രംഗത്തെ ഇലക്ഷൻ സ്റ്റണ്ടുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏതാണ്ട് 45 മിനിറ്റോളം ദൈർഘ്യത്തിൽ പോകുന്ന ഈ പരിപാടി തുടങ്ങുന്നു. ഇലക്ഷൻ സ്റ്റണ്ട്. വിജയകുമാർ, എസ്ഡിപിയുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു കോൺഗ്രസ്. എസ്ഡിപിയുടെ പിന്തുണ വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞു. വയനാട്ടിൽ കൊടിയെടുക്കാത്തത് വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പൊ കൊടിയെടുക്കാത്തതും എസ്ഡിപിയുടെ പിന്തുണയും ഒരു ഉപാധിയും ഇല്ലാതെ എസ്ഡിപിഐ താലത്തിലെടുത്ത് വെച്ച് നീട്ടിയതാണ് അവരുടെ പിന്തുണ. ചോദിച്ചില്ല, ചോദിച്ചോ ഇല്ലയോ എന്നുള്ളത് എസ്കിന് അറിയില്ല. അതൊരു ചർച്ച അകത്ത് നടന്നിട്ടുണ്ടോ നമുക്കറിയില്ല. അതാണ്. അപ്പോൾ മൂന്നാം ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ അത് വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞു. അപ്പോഴും പിന്തുണ മാത്രമേ വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളൂ, വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായൊരു നിലപാട്. വിജയകുമാറേ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. റാലി നടത്തുമ്പോൾ SDPI പ്രവർത്തകരെ അവരുടെ കൊടിവീശി ഒപ്പം നടക്കാൻ സമ്മതിക്കുന്നത്. അതെ, വോട്ട് എത്ര വേണമെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. കെ സുധാകരൻ അത് പറഞ്ഞിട്ടുണ്ട്. വളരെ ലളിതമാണ്. വളരെ ലളിതമാണ്. മാത്രമല്ല, ഒരാൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെ വേണ്ടെന്ന് പറയും തെരഞ്ഞെടുപ്പ് കാലത്ത്? ശരിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ഈ പിന്തുണയാണ് വേണ്ട എന്ന് പറഞ്ഞത്, വോട്ട് പോരട്ടെ എന്നുള്ളതാണ്. അതെ. അപ്പോൾ കൊടി പിടിക്കാത്തതിലാണ് കോൺഗ്രസ് ഇപ്പോൾ വടി പിടിച്ചിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി പാറിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ ഓർമ്മയുണ്ടാകും എല്ലാവർക്കും. പാകിസ്ഥാന്റെ പിന്തുണ എന്ന് സ്ഥാപിക്കാൻ ആ ചിത്രം ഉത്തരേന്ത്യയിൽ BJP ഉപയോഗിച്ചു. ആ സാഹചര്യം ഒഴിവാക്കാനാണ് ഇത്തവണ കൊടി വേണ്ട, ബലൂൺ മതി എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ സ്വന്തം കൊടി മാറ്റി വെക്കേണ്ടി വന്ന മുസ്ലിം ലീഗിനാണ് അഭിമാനക്ഷതമെന്ന SDPIയുടെ കുത്ത് ഇന്ന് വന്നു. വല്ലാത്തൊരു കുത്തായി പോയി എന്നാണ്. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടി സ്വാഗതം ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക്. നമുക്ക് വിജയകുമാർ, ആദ്യം നമുക്ക് ഇത്തിരി ഹോട്ടായാലോ? ഏതിലും ഹോട്ട് വേണമല്ലോ. ഇലക്ഷൻ ഹോട്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ആ സംഭവം അത് കൊടി രാഷ്ട്രീയവും അത് തന്നെയാണ്. അതെ. അപ്പോൾ കൊടി രാഷ്ട്രീയവും പിന്തുണക്കാര്യവുമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും ചൂടേറിയ ചർച്ച. കൊടി രാഷ്ട്രീയത്തിൽ പ്രതിരോധത്തിലും പിന്തുണ കാര്യത്തിൽ പ്രതിരോധം മറികടക്കാനാണ് ഇപ്പോൾ UDFന്റെ ശ്രമം. കാരണം ഒരല്പം താമസിച്ചു പോയി, നിങ്ങളുടെ പിൻബലം ആവശ്യമില്ല എന്ന് പറയാൻ. അല്പം താമസിച്ചു പോയാൽ അത് ഇലക്ഷൻ കാലത്ത് കുറച്ച് കൂടുതൽ സമയമാണെന്ന് നാട്ടുകാർക്ക് തോന്നും, പ്രത്യേകിച്ച് വോട്ടേഴ്സിന്. ഇടനെഞ്ചിൽ ചേത്തുപിടിച്ചു ഹരിത പതാക, ലക്ഷങ്ങൾ ഏറ്റുപിടിച്ചു ലീഗിന് ചിന്താവാ. വരികില്ല പകരം വെക്കാൻ ഇതുപോലൊരു പാർട്ടി, ഇന്നോളം സമുദായത്തിന് താങ്ങും തണലായി. 2019 വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയപ്പോൾ വരവേറ്റത് ഈ കാഴ്ച. എണ്ണത്തിൽ ഒരുപക്ഷെ മൂവർണ്ണ പതാകയേക്കാൾ ഹരിത പതാകകൾ. മണ്ഡലത്തിൽ ലീഗിന്റെ കരുത്തു തെളിയിച്ച നിത്യഹരിത വരവേൽപ്പ്. UDF കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പെരുമഴ. പക്ഷേ ആ ആഹ്ലാദം അധികം നീണ്ടില്ല. വരവേൽപ്പിൽ വീശിയ പച്ചക്കൊടികൾ പാകിസ്ഥാന്റേതെന്ന പ്രചാരണം ചിലർ അഴിച്ചുവിട്ടു. അക്കൊടിയല്ല ഇക്കൊടിയെന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ ചർച്ച പാകിസ്ഥാനും ഇന്ത്യ വിഭജനവുമൊക്കെയായി ജഗപുകയായി. കേരളത്തിൽ വിവാദം പച്ച തൊട്ടില്ലെങ്കിലും ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ലെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ അടക്കം പറച്ചിൽ തുടങ്ങി. ലീഗ് വർഗീയ കക്ഷിയല്ലെന്ന് അങ്ങ് അമേരിക്കയിൽ വെച്ചും രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വന്നു. Muslim League is a completely secular party. There's nothing non-secular about the Muslim League. I think the person hasn't studied the Muslim League. കാലം മാറി, രാഹുൽ ഗാന്ധിയുടെ നിലപാട് മാറിയിട്ടില്ല. പക്ഷേ 2019 വരവേൽപ്പ് കാഴ്ചയല്ല 2024. കൊടിതോരണങ്ങളില്ലാത്ത വരവേൽപ്പ്. ലീഗ് കൊടിയുമില്ല, കോൺഗ്രസ് കൊടിയുമില്ല. കൊടിയില്ലാത്ത റോഡ് ഷോയെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണം ഇങ്ങനെ: പതാക ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമല്ല എടുത്തത്. അവിടെ കഴിഞ്ഞ തവണ പതാക കടന്നു വന്നപ്പോൾ അത് രാജ്യവ്യാപകമായി ദുരുപയോഗം ചെയ്ത ശക്തികൾ ഈ രാജ്യത്തുണ്ട്. അതിനെ ദുരുപയോഗം ചെയ്യുകയും രാജ്യത്തെ ജനതയെ വിഭജിക്കാനും ഈ കഴിഞ്ഞ തവണത്തെ ജനാധിപത്യ പോരാട്ടത്തിൽ പ്രതിപക്ഷ നിരയെ ദുർബലമാക്കാനൊക്കെ ആയുധമാക്കി
അത് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ഏത് പ്രചരണ രീതി സ്വീകരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്. ഞങ്ങൾ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് എന്ന് കാണിക്കത്തക്ക നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പടം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ആയിരക്കണക്കിന് പ്ലക്കാർഡുകളുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പോയത്. എതിരാളികളുണ്ടോ വിടുന്നു, കൊടിയിൽ പിടിച്ച് കൊണ്ടുകയറിയത് മുഖ്യമന്ത്രി. സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനൊരു അവസ്ഥ വരുന്നത്? ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത്? കൊടിവിവാദം കൊടികയറുമ്പോൾ അതാ വരുന്നു വോട്ട് നൽകാൻ തയ്യാറായി SDPI. UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേതാക്കളുടെ പ്രതികരണം ഇതായിരുന്നു. ഞങ്ങളുടെ ഇലക്ഷന് ആര് വോട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും, ഏത് സ്ഥാനാർത്ഥിയും വോട്ട് വാങ്ങും. ഞങ്ങൾ തമ്മിൽ സഖ്യം നടന്നിട്ടില്ല, ചർച്ച പോലും നടന്നിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾ, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. മുഖ്യമന്ത്രി അഡ്വൈസ് ഞങ്ങൾക്ക് വേണ്ട. ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നുണ്ട്, ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുന്നുണ്ട്. രണ്ടും തെറ്റാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് തരാമെന്ന് പറഞ്ഞാൽ വോട്ടൊക്കെ കിട്ടും, പക്ഷേ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല. കേരളത്തിലെ നേതാക്കളുടെ ആഹ്ലാദത്തിന് അധിക നേരമുണ്ടായില്ല. പോപ്പുലർ ഫ്രണ്ട് പിന്തുണ എന്നാരോപിച്ച് BJP രംഗത്തെത്തി. വോട്ടർമാർക്ക് മനസ്സിലായിരുന്നു കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, സമസ്തയൊക്കെ ആയിരുന്നു. ഇത്തവണ PFIയും കൂടി വന്നു. അതുകൊണ്ട് അവർക്ക് വോട്ടർമാരെ, മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടർമാർ ഭയമായിരിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ വോട്ടർമാരോട് ഞാൻ PFIയുടെ കൂടെയാണ് മത്സരിക്കുന്നതെന്ന് അറിയിക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി തീവ്രവാദികളുടെ അടക്കം പിന്തുണയോടുകൂടിയാണ് ഇത്തവണ മത്സരിക്കുന്നത്. നേമത്ത് V. ശിവൻകുട്ടിയെ SDPI പിന്തുണച്ചതൊക്കെ മറന്ന് CPIഎമ്മും UDFനെ വിമർശിച്ചു. ഏറ്റവും പ്രമുഖരായ VD സതീശൻ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ SDPIയെ തള്ളിപ്പറയുകയും അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് മത്സരമെങ്കിൽ അതിനേക്കാളും നല്ലത് ഇത് അവസാനിപ്പിക്കുന്നതാണ് എന്ന വരെയുള്ള പ്രയോഗങ്ങൾ ഇവരെല്ലാം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ SDPI പിന്തുണ ദേശീയതലത്തിൽ ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തി. ഇതോടെ വന്നുകയറിയ പിന്തുണ വേണ്ടെന്ന് വെക്കാനായി കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. ലീഗ് നേതാക്കളുമായി ചർച്ച ചെയ്ത് ഒടുവിൽ ആ തീരുമാനം പ്രഖ്യാപിച്ചു. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDFും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. പിന്തുണ കാര്യത്തിൽ UDF നേതാക്കൾ പലരും പക്ഷേ ഇപ്പോഴും രണ്ടു മനസ്സുകാരാണ്. എനിക്കറിയില്ല UDF അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഇതൊക്കെ അതാത് സംഘടനകൾ അവർ ഓരോ കാലഘട്ടത്തിന്റെയും രാഷ്ട്രീയമനുസരിച്ച് സ്വീകരിക്കുന്ന നിലപാടുകളാണ്. പിന്തുണ വേണ്ടെന്ന് വെച്ചാലും വോട്ട് UDFന് നൽകാനാണ് SDPI തീരുമാനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കടന്നാക്രമിക്കേണ്ട സമയത്ത് കൊടിയും പിന്തുണയും ചർച്ചയാകുന്നത് ദോഷകരമാകും എന്ന നിലപാടിലാണ് കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങൾ. ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, ആനക്കാര്യത്തിലൊരു ചേനക്കാര്യം, നമ്മുടെ ഈ ആഷ്മിയോടെ പോയി. ഹാഷ്മി ഇവിടുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അത്യാവശ്യമായിട്ട് ഇർഷാദ് പുലിവട്ട അന്വേഷിക്കുന്നു. എന്താണാവോ കാര്യം? ഇർഷാദെ ഇപ്പൊ പറയാം, ഇർഷാദ് അന്വേഷിച്ചെന്ന് പറയാം. അപ്പൊ നമ്മുടെ വിജയൻ പറയുന്നു സ്റ്റണ്ട് ടീം എത്തിയിട്ടുണ്ട്. എന്റെ വിജയനും അല്ലേ സുന്ദരനായിരിക്കുന്നു എന്ന് കുറെ പേര് കമന്റ് ചെയ്തു. അത് കണ്ടില്ലല്ലേ? അത് ഞാൻ കണ്ടില്ല. ഞാൻ അവർ ഇടയ്ക്കിടയ്ക്ക് പറയും എന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാത്തത്. അപ്പൊ ഇനി ഇലക്ഷന്റെ ഒരു എക്സ്പ്ലെയിനർ ആണ്. മുഖ്യമന്ത്രിയെ വിമർശിച്ച് UDF കൺവീനർ MM ഹസൻ ഇന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി കേരള ഗീബൽസായി പ്രചാരണം നടത്തുന്നു എന്നാണ്. ആരാണ് ഗീബൽസ്? എന്താണ് ഗീബൽസിയൻ തന്ത്രം? അതറിയണ്ടേ? ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഈ നുണ പറയുന്ന ആളിനെ നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്നത് ഗീബൽസിനോടാണെങ്കിൽ ഇപ്പോൾ പൗരത്വ നിയമവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിണറായി വിജയൻ ഒരു കേരള ഗീബൽസായി മാറിക്കഴിഞ്ഞു. ആവർത്തിച്ച് നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. പോൾ ജോസഫ് ഗീബൽസ് എന്ന പേര് കേട്ടാൽ അത് ആരാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും നമ്മൾ മലയാളികൾക്ക് ഒരു കാര്യം അറിയാം, നുണയുമായി എന്തോ ബന്ധമുള്ളയാളാണ് ഈ ചങ്ങാതിയെന്ന്. എങ്ങനെ പറയാതിരിക്കും? കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന ഒരുവിധം എല്ലാ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലും നേതാക്കൾ ആവർത്തിക്കുന്നതാണ് ഗീബൽസിയൻ തന്ത്രം എന്നത്. ഒരേ നുണ 100 വട്ടം ആവർത്തിച്ച് പറഞ്ഞാൽ അത് സത്യമായി മാറും എന്നാണ് ഈ തന്ത്രം. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ സന്തത സഹചാരിയായിരുന്നു ഗീബൽസ്. ജൂതവിരോധത്തിലും പ്രസംഗ പാടവത്തിലും മുന്നിൽ. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ബിരുദം നേടിയ ഗവേഷകൻ. ഹിറ്റ്ലറുടെ പ്രചരണ വിഭാഗം തലവനായിരുന്ന ഗീബൽസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു വാർത്താവിനിമയ മാധ്യമങ്ങളും പുസ്തകങ്ങളും സിനിമയും മറ്റു കലാരൂപങ്ങളും.
ഗീബൽസിന്റെ തലയിലേക്ക് ഈ നാസിസം വന്നു കയറുന്നത് 1924 ആയിടെയാണ് ഹിറ്റ്ലറെ പരിചയപ്പെടുന്നത്. ഹിറ്റ്ലർ നടത്തിയ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായാണ് ഗീബൽസ് നാസി പാർട്ടിയിൽ അംഗത്വം നേടുന്നത്. ഹിറ്റ്ലർ ചെയ്ത പല ക്രൂരതകളെയും തൻ്റെ പ്രചാര വേലകൾ കൊണ്ട് വെളുപ്പിച്ചെടുത്തിരുന്നത് ഗീബൽസ് ആയിരുന്നു. പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെ ആളുകളെ ഇളക്കി വിടാനും മിടുക്കനായിരുന്നു ഈ ഗീബൽസ്. എല്ലാം നുണപ്രചാരണങ്ങളിലൂടെ ജർമ്മൻ ജനതയെ അക്രമോത്സുകമായ യുദ്ധത്തിന് മാനസികമായി തന്നെ ഒരുക്കുന്നതിനു വേണ്ടി ആധുനിക പ്രചരണ തന്ത്രങ്ങൾ ഗീബൽസ് ഉപയോഗിച്ചു. ജർമ്മനിയിലെ വംശീയ വിഭാഗങ്ങളെയും ദേശീയ ന്യൂനപക്ഷങ്ങളെയും അവർ രാജ്യത്തെ തകർക്കുകയാണെന്ന് ആരോപിച്ച് അപഹസിച്ചു. ആദ്യകാലങ്ങളിൽ ഹിറ്റ്ലറിന്റെ വിമർശകനിൽ നിന്ന് ഹിറ്റ്ലറുടെ വിശ്വസ്തനിലേക്കുള്ള മാറ്റം വിശ്വസിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. ഒടുവിൽ ഹിറ്റ്ലറുടെ ആത്മഹത്യ, അതിനുശേഷം തൻ്റെ 6 മക്കളെയും വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി ഗീബൽസും ഭാര്യയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഓക്കെ, താങ്ക് യു. സ്മിത കാര്യമൊക്കെ പറഞ്ഞു അല്ലേ? കേരളത്തിലെ മിക്കവാറും ആൾക്കാർ പറയുന്ന ഈ കാർൽ മാർക്സ് അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് പത്തനംതിട്ട കോന്നിക്കടുത്ത ഒരാളാണെന്ന് തോന്നുന്നു കേട്ട് കഴിഞ്ഞാൽ. ജർമ്മനി കിടക്കുന്ന ഒരാളെ തന്നെ പിടിച്ചോണ്ട് വരണമെന്നുള്ളത് അല്ലേ വിജയകുമാർ? അപ്പോ ഇനിയിപ്പോ നമുക്ക് എങ്ങോട്ടാ ഇനി നമ്മുടെ യാത്ര? നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത്തവണ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണമായി 290 പേരാണ് ഇപ്പോൾ കാശ് മുടക്കി നാമനിർദ്ദേശ പത്രിക കൊടുത്തിരിക്കുന്നത്. എനിക്കൊരു സംശയം, കാശ് മുടക്കാതെ ഈ പത്രിക കൊടുക്കാൻ പറ്റും? പാടാ, കെട്ടിവെക്കണമല്ലോ. ഓക്കെ. അപ്പോൾ ഡെമ്മികളും വിമതരും ഒക്കെ ചേരുന്ന എണ്ണമാണിത്. അന്തിമ ചിത്രത്തിന് നാളെ സൂക്ഷ്മ പരിശോധന വരെ കാത്തിരിക്കണം. പിന്നെ പിൻവലിക്കാനുള്ള സമയവും കഴിയണം. ഇന്നായിരുന്നു ശരിക്കും അരങ്ങ്. മിക്കവാറും എല്ലാ ആസ്ഥാനങ്ങളിലും ഒക്കെ വലിയ റാലികളും റോഡ് ഷോയും ഒക്കെ കൊണ്ട് കേരളം ശബ്ദമുഖരിതമായി. ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ 290 സ്ഥാനാർത്ഥികൾ. 2-3 പത്രികകൾ വീതം നൽകിയത് ചേർത്താൽ ആകെ 499. തിരുവനന്തപുരം മണ്ഡലത്തിലാണ് മത്സരാർത്ഥികൾ കൂടുതൽ, 22 പേർ. പൊന്നാനിയിൽ 20, കണ്ണൂരിൽ 18. ഏറ്റവും കുറവ് ആലത്തൂരിലാണ്, 8 പേർ മാത്രം. നാളെ സൂക്ഷ്മ പരിശോധന. അടുത്ത തിങ്കളാഴ്ച വരെ പിൻവലിക്കാൻ അവസരം. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കൊപ്പമാണ് കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കാനെത്തിയത്. അമേഠിയിൽ ഇതുവരെ എതിരാളി എത്താത്തതിനാൽ പഴയ എതിരാളിയുടെ തട്ടകത്തിലേക്കുള്ള വരവ് പോലെ. ध्वजों को, फ्लैग्स को अपनी नॉमिनेशन रैली में छुपाया है, तो निश्चित रूप से वो इस चुनाव में इस पड़ाव को पार करने के बाद उत्तर भारत आएंगे. I think that it is foolhardy to hide facts from the people. അമർ ജവാൻ സ്ക്വയറിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രകടനമായി എത്തിയാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പത്രിക നൽകിയത്. കേന്ദ്രമന്ത്രി S ജയശങ്കർ, PK കൃഷ്ണദാസ്, AP അബ്ദുള്ളക്കുട്ടി എന്നിവർക്കൊപ്പമാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എത്തിയത്. വടകരയിൽ സ്ത്രീകൾ മാത്രം പങ്കെടുത്ത പ്രകടനത്തിന്റെ അകമ്പടിയോടെയാണ് ഷാഫി പറമ്പിൽ പത്രിക നൽകിയത്. ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ, KK രമ MLA തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ആലപ്പുഴയിൽ AM ആരിഫ്, KC വേണുഗോപാൽ എന്നിവരും പത്രിക നൽകി. രമ്യ ഹരിദാസ്, C കൃഷ്ണകുമാർ, അടൂർ പ്രകാശ്, NK പ്രേമചന്ദ്രൻ, ഹൈബി ഈഡൻ എന്നിവരും അവസാന ദിവസം തന്നെയാണ് എത്തിയത്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ പത്രിക നൽകിയതാണ് ഒരു വിമത നീക്കം. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ 290 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ യഥാർത്ഥ സ്ഥാനാർത്ഥികൾ, വിമതർ, ഡമ്മികൾ, അപരന്മാർ ഒക്കെ ഉൾപ്പെടും. നാളെയാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. ഏപ്രിൽ 8 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഏപ്രിൽ 8 ആരൊക്കെ പിൻവലിക്കും, ആരൊക്കെ പത്രിക നിലനിർത്തുമെന്ന്. അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. വിജയകുമാർ, പത്രികയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി സൂക്ഷ്മ പരിശോധനയെ ബാക്കിയുള്ളൂ. ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. തിരുവനന്തപുരത്ത് ഒരു മനുഷ്യൻ കയറി പത്രിക കൊടുത്തു അല്ലേ? വേണമെങ്കിൽ ചെറിയ 1-2 മണിക്കൂർ അദ്ദേഹത്തിന്റെ തരൂരിന്റെ ഉറക്കം പോകാൻ പറ്റും. അല്ലാതെ അപ്പുറമായിട്ടൊന്നും സംഭവിച്ചില്ല. അപ്രതീക്ഷിതമായ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ആമിനിക്ക് കുറച്ചു കാലമായിട്ടൊരു സംശയം, ആമിനെ പുരിവാലി പിടിക്കും. വിജയകുമാർ ബ്രോയ്ക്ക് SKന്റെ കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ആവേശമുണ്ട്. അതെന്താ അങ്ങനെ? ബാക്കി ആരുടെ കൂടെ വന്നാലും ഈ വിജയകുമാർ അത്ര ആവേശമില്ലെന്നാണ് പറയുന്നത്. എനിക്കൊരു 500 രൂപ കടന്നിട്ടുണ്ട്. ഓക്കെ. ചേറും ചേറാടിയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം,
സത്യത്തിൽ ആഷ്മി പുറംപണിയാണ് ഇഷ്ടം. പുള്ളി കണ്ടുപിടിച്ചു കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന് നാട് ചുറ്റു എന്നാണ് പറയുന്നത്. എൻ്റെ ചേറാടി അതൊന്നും അല്ല കാര്യം. ഇതൊക്കെ ഔദ്യോഗികമായ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ നാട് ചുറ്റുന്നത്. നാടൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം മടങ്ങി വന്നിട്ടുണ്ടല്ലേ? ഇന്ന് 8 മണിക്ക് എൻകൗണ്ടറിൽ കാണാം. താങ്കളൊന്ന് കാത്തിരുന്നുള്ളൂ. അപ്പോൾ മാന്യ മഹാജനങ്ങളെ, നമ്മൾ വടകരയിലേക്കാണ് പോകുന്നത്. ഈ സെഗ്മെന്റിൽ വടകരയിലെ തെരഞ്ഞെടുപ്പ് ചൂട് പോലെ തന്നെ പ്രചാരണവും ആവേശമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. വടകരയിലെ വോട്ടുപിടുത്തത്തിന്റെ കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഒരു 1.5 പിടുത്തമാണ്. ഓക്കെ, നോക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. വോട്ടർമാരെ കയ്യിലെടുക്കാൻ വ്യത്യസ്തമായ പ്രചാരണ രീതികളാണ് ഓരോ സ്ഥാനാർത്ഥികളും സ്വീകരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്രചാരണം ഒരു വഴിക്ക് പുരോഗമിക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് വടകരയിലെ ലോക്സഭാ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ന്യൂജൻ പ്രചാരണ രീതിയുമായി ഇപ്പോൾ വോട്ടർമാർക്കിടയിലേക്ക് എത്തിയിട്ടുള്ളത്. അല്ല, എനിക്ക് അവരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യാണ്. ഈ വടകര കോൺസ്റ്റിറ്റ്യുവൻസി ഒത്തിരി യങ്സ്റ്റേഴ്സും ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഭയങ്കര എനർജി ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ടീച്ചറുടെ കരുതലോടെയാണ് KK ശൈലജ ഓരോരുത്തരിലേക്കും എത്തുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം, ഈ സ്നേഹം. അത് എവിടെ ചെന്നാലും ഉണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പം അത് അവരുടെ ഒരാളായിട്ട് അവരങ്ങ് കണക്കാക്കിയിരിക്കുകയാണ്. ഞാനും അങ്ങനെ തന്നെ. യുവനിരയുമായി പ്രഫുല്ലും സജീവം. കവലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടക്കുന്നു, റോഡ് ഷോകൾ നടക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്ത് വെയിലുണ്ടെങ്കിലും ഈ ആളുകളെ കാണുമ്പോൾ ഒരു വല്ലാത്ത എനർജിയാണ്. ആ എനർജിയിൽ നിന്നാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. വടകര നല്ല വാശിയേറിയ പോരാട്ടമാണ്. നമ്മുടെ സ്റ്റണ്ട് അടിച്ചു മാറ്റി. എന്തായാലും അത് അത്ര ശരിയായില്ലേ? നമ്മുടെ ഈ കൂട്ടയിടി വടകര എത്തിയെന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മളിനി കേരളത്തിന്റെ രാഷ്ട്രീയത്തിലെ ചില വേരുകൾ തേടുന്ന പരിപാടിയിലേക്കാണ് പോകുന്നത്. വേരുകൾ. അതൊരു വലിയ കഥയാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി പഴയ കഥയാണ്. പക്ഷേ പുതിയ തലമുറ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കഥയാണ്, പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ സ്റ്റുഡൻസ്. സായുധ വിപ്ലവം ഉപേക്ഷിച്ച് ജനാധിപത്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വന്ന കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. 4 മാസം റഷ്യയിൽ താമസിച്ച് മടങ്ങി വന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകാൻ അന്തിമമായി തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് ഒരു എലിമിനേഷൻ തിയറിയിൽ അവർ വിശ്വസിച്ചിരുന്നു. അതായത് അന്തിമമായി ശത്രുവിനെ സംഹരിച്ച് തന്നെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടപ്പിലാക്കുക, രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെ തന്നെ ലോകത്ത് അധികാരം പിടിച്ചെടുക്കണമെന്നതായിരുന്നു. എന്നാൽ രക്തരഹിതമായ വിപ്ലവത്തിലൂടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകാൻ കമ്മ്യൂണിസ്റ്റുകൾ തീരുമാനിക്കുന്നു. 1950 ഡിസംബർ റഷ്യൻ പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിന്റെ നിർദ്ദേശമനുസരിച്ച് റഷ്യ സന്ദർശിച്ചത് 4 പേരാണ്. ജനറൽ സെക്രട്ടറി അജോയ് ഘോഷ്, PB അംഗങ്ങളായ SA ഡാംഗെ, ബസവ പുന്നയ്യ, രാജേശ്വര റാവു എന്നിവർ. 4 മാസം റഷ്യയിൽ താമസിച്ച് സ്റ്റാലിനുമായി സംസാരിച്ച ശേഷമായിരുന്നു മടക്കം. യാത്രയ്ക്ക് വഴിയൊരുക്കിയത് നിഖിൽ ചക്രവർത്തിയും ബെർലിൻ കുഞ്ഞനന്ദൻ നായരും നേതൃത്വം നൽകിയ സംഘം. കൊൽക്കത്തയിലെ ഡയമണ്ട് ഹാർബറിൽ നിന്ന് 4 പേരും ബോട്ടിൽ കയറിയതുവരെയുള്ള വിവരങ്ങൾ അക്കാലത്ത് തന്നെ പുറത്തു വന്നിരുന്നു. പിന്നീടുള്ളത് ദുരൂഹമായിരുന്നു അടുത്ത കാലം വരെ. റഷ്യയുടെ KGB അറിയിച്ചതനുസരിച്ച് പുറംകടലിൽ നങ്കൂരമിട്ടിരുന്ന മുങ്ങിക്കപ്പലിൽ കയറി. ആ മുങ്ങിക്കപ്പലിൽ കൊളംബോയിൽ നിന്നും വിമാനത്തിൽ ബെയ്റൂട്ടിൽ, അവിടെ നിന്ന് വിമാനത്തിൽ സൂറിച്ചിൽ നിന്ന് പ്രാഗിൽ നിന്ന് മോസ്കോയിലേക്ക് റഷ്യയുടെ സർക്കാർ വിമാനം. നിരോധനത്തിൽ നിന്ന് പുറത്തു കടന്ന് പൊതുധാരയിൽ പ്രവർത്തിക്കാൻ ധാരണ. ജവഹർലാൽ നെഹ്റുവുമായുള്ള റഷ്യയുടെ അടുപ്പവും തീരുമാനത്തിന് കാരണമായി. ഒളിപ്പോരുകൾ പ്രായോഗികമല്ലെന്നും ജനാധിപത്യ വഴി സ്വീകരിക്കാമെന്നുമായിരുന്നു യാത്രയിലെ തീരുമാനം. അതോടെയാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ മത്സരിച്ചതും AKG ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ എത്തിയതും. ഇലക്ഷൻ ഡെസ്ക് 24.
അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം ഉണ്ടായത്. അതെ, അതാണ് ഒരു വലിയ ചരിത്രമാണ്. SK നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളൊക്കെ നമ്മൾ എന്തിനിത് അറിയണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹ ജീവികളാണ്. നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നത്, എങ്ങനെയാണ് അവർ രക്തരൂഷിതമായ വിപ്ലവം വേണ്ടെന്ന് വെച്ചത്, അതൊക്കെ അറിയണം. ഇനി അത് പൊളിച്ചു അതും കാണാം നമുക്ക്. അതെ. വിജയകുമാർ, അതിനിടയ്ക്ക് ഒരു അത്യാവശ്യ കാര്യം, വിജയം ബിഗ് വെക്കണം എന്നാണ് പറയുന്നത്. ഒരു പ്രേക്ഷകൻ അടിയന്തരമായ ഒരു കാര്യമായിട്ട് നമ്മളിത് പറഞ്ഞിരിക്കുക. ഈ നാട്ടിലൊരു തെരഞ്ഞെടുപ്പ് നടന്ന ഒരു സർക്കാരിനെ രൂപീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് എന്റെ വിഗിന്റെ നിലപാടെന്താ? വിഗ് വേണ്ട, സ്കെയിൻ വേണ്ട. ആള് മാറിപ്പോകും. അതെ അതെ, ഇങ്ങനെയാണല്ലോ എല്ലാരും കണ്ട് ശീലമായിരിക്കും. അത് മതി. ഈ മുഖം വെച്ചാണല്ലോ റെഡി. അപ്പോൾ പ്രചാരണ ചൂട് വർദ്ധിക്കുമ്പോൾ വോട്ടർമാരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ എല്ലാ വഴികളും പയറ്റുകയാണ് മുന്നണികൾ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പുതുമ പരീക്ഷിക്കും. കണ്ണൂരിലെ ഒരു വേറിട്ട കാഴ്ചയാണ് ഇനി പ്രേക്ഷകർ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വൈവിധ്യം വേണമല്ലോ, അതാണ് കണ്ണൂർ സ്റ്റൈൽ. വോട്ടർമാരെ പാട്ടിലാക്കാൻ ഷോർട്ട് ഫിലിം മുതൽ റീൽസ് വരെ നേരിട്ടും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം പോരാട്ടാവേശം ഹൈ വോൾട്ടേജിൽ. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K സുധാകരനായി വോട്ട് ചോദിക്കാൻ പ്രവർത്തകരുടെ വേറിട്ട ഐഡിയ. LED വാൾ ബാക്ക് പാക്ക്, തോളത്തിട്ടുള്ള രാത്രി നടത്തം, പ്രചാരണ പുതുമകളിലെ പുതുപുത്തൻ ഐറ്റം. മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലെ നഗരങ്ങളിലും കവലകളിലുമെല്ലാം മിന്നുന്ന പ്രചാരണ ബോർഡുമായി പ്രവർത്തകരെത്തും. ഇതിനെ ലൂക്ക് വാക്കർ എന്നാണ് പറയുന്നത്. അപ്പം അതെടുത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പോയിന്റുകളിൽ പോയിട്ട് ആളുകളെ കണ്ട് അവരോട് വോട്ട് ചോദിച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ദൃശ്യമാകുന്നത് കൊണ്ട് രാത്രി കാലങ്ങളിലാണ് നമ്മൾ കുറച്ചും കൂടി പോയിന്റുകളിലേക്ക് എത്തുന്നത്. KECന്റെ ഇവിടെ കണ്ണൂർ ജില്ലയിലെ വർക്കേഴ്സാണ്. പൊള്ളുന്ന ചൂടും റമദാൻ മാസവുമെല്ലാം പ്രചാരണ രീതിയെയും മാറ്റി. രാത്രി വൈകിയും പലവിധ പ്രചാരണ വഴികൾ. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ പ്രചാരണത്തിൽ മുൻതൂക്കം നേടാൻ ഇതുപോലെ സർവ്വ വഴിയും പയറ്റുകയാണ് പ്രവർത്തകർ. പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. അതാണ് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വൈവിധ്യമുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പം നമ്മുടെ ആഷ്മി എപ്പോഴും പറയും അല്ലേ, തലയെടുപ്പിന്റെ കാര്യം അല്ലേ. അപ്പൊ തലയെടുപ്പിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. കാശ്മീരായിട്ട് യാതൊരു ബന്ധവുമില്ല, വേറൊരു തലയെടുപ്പ്. ഈ തലയെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു KM മാണി എന്ന ജനനേതാവ് വിടവാങ്ങിയത്. വോട്ടെടുപ്പ് ഏപ്രിൽ 23, അദ്ദേഹത്തിൻ്റെ മരണം ഏപ്രിൽ 9. 10 മാസം മുൻപ് ഉമ്മൻചാണ്ടിയും നമ്മളെ വിട്ടുപിരിയുന്നു. തീർച്ചയായിട്ടും കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയത്തെ അമ്മാനമാടിയ ഈ രണ്ടുപേരുടെയും പാർട്ടികൾ ഇത്തവണ വിരുദ്ധ ധ്രുവങ്ങളിലാണ് എന്നുള്ളത് ചരിത്രത്തിലെ മറ്റൊരു വൈവിധ്യം. രണ്ടുപേരുമില്ലാത്ത ആ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നു. 1965 കോട്ടയം DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു KM മാണി. അന്ന് KSUവിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഓഫീസിൽ നിന്ന് KM മാണിയെ വിളിച്ചിറക്കി പാലായിലേക്ക് കൊണ്ടുപോയത് R ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ സ്വന്തം ജീപ്പിൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം അങ്ങനെ കോൺഗ്രസുകാരനായ KM മാണി കേരള കോൺഗ്രസുകാരനായി. എന്നാൽ കോൺഗ്രസുകാരോട്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം എന്നും KM മാണി കാത്തു സൂക്ഷിച്ചിരുന്നു. പിന്നെയുള്ള കാലമെല്ലാം കോട്ടയത്തെ UDF എന്നാൽ കുഞ്ഞുഞ്ഞും മാണിസാറുമായിരുന്നു. ഇരുവരും പ്രചാരണത്തിന് ഒരു തവണ ഇറങ്ങിയാൽ മതി, വിജയം ഉറപ്പെന്ന് പറയുമായിരുന്നു സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ പക്ഷേ പുതുപ്പള്ളിയിലെ കുഞ്ഞുഞ്ഞിന്റെ പാർട്ടിയും പാലായിലെ മാണിസാറിന്റെ പാർട്ടിയും വിരുദ്ധ ധ്രുവങ്ങളിലാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ മണ്ഡലത്തിൽ ആകെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി തന്നെ നേരിട്ട് വന്ന് ഈ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സന്ദേഹവും ആ കാര്യത്തിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നേതാവ്, യഥാർത്ഥ നേതാവ്, എനിക്ക് രാഷ്ട്രീയ ജന്മം നൽകിയ ആൾ KM മാണി സാറാണ്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സാറിന് ആ സമയത്ത് എന്നെ സഹായിക്കാവുന്ന രീതിയിലെല്ലാം വ്യക്തിപരമായി സഹായിച്ചിട്ടുണ്ട് എന്നൊന്നും സംശയമൊന്നുമില്ല. KM മാണിയുടെ മകനാണ് കോട്ടയം പിടിക്കാൻ ഇടതുപക്ഷത്തിന് വേണ്ടി കരുക്കൾ നീക്കുന്നത്. മറുപക്ഷത്ത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മക്കളും. നമ്മൾ കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് ഇവരൊക്കെ പോയിരുന്നല്ലോ, മറുവശം പോയി അത് പിന്നെയും വീണ്ടും അവിടെ ചില ലയനങ്ങൾ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വീണ്ടും
പ്രത്യക്ഷപ്പെട്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലേക്ക് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള ഒരു താരതമ്യപ്പെടുത്തലല്ല, പക്ഷെ ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയാം. അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. വ്യാപകമായി എൻ്റെ പിതാവിനെ അദ്ദേഹം വിശ്രമിക്കുന്ന ഈ ദേവാലയത്തിനടക്കം വ്യാപക ആക്ഷേപം. രാഷ്ട്രീയം പലതും ഉണ്ടാകും, എല്ലാവർക്കും രാഷ്ട്രീയമാണ്, എല്ലാവരെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അത് BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഏത് പാർട്ടിയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യും. പക്ഷെ മരിച്ചൊരാളെ പറയുന്നതിന് പരിധിയില്ലേ? കാലം മാറുമ്പോൾ ഇവർ വീണ്ടും ഒന്നിക്കില്ലേ എന്ന് ചോദിക്കുന്നവരും കുറവല്ല കോട്ടയത്ത്. മീനച്ചിലാറിന്റെ തീരത്ത് ഇട്ടായോളം വട്ടത്തിൽ വോട്ട് പിടിച്ച് നടന്നവനെ എന്ന് ഒരു കാലത്ത് KM മാണിയെ വിളിച്ചത് കോട്ടയത്തെ കോൺഗ്രസുകാർ തന്നെയാണ്. എന്നാൽ കുഞ്ഞുഞ്ഞും മാണിസാറും ഒരു വേദിയിലെത്തി ചിരിച്ചൊന്ന് നിന്നാൽ ആ പരിഭവം മാറുമായിരുന്നു. ഇപ്പോൾ പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. പാലായിൽ നിന്ന് പുതുപ്പള്ളിയിലേക്ക് എത്താൻ സൗഹൃദ പാലങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. ടോബിയുടെ സ്റ്റോറി നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, പിതാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ടോബി ഒരു കാര്യം പറയുന്നുണ്ട്, കാലം മാറുമ്പോൾ ഇവർ വീണ്ടും ഒന്നിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അത് കുറവാ, കാര്യം ന്യൂജൻ ബ്ലഡാ. ഓക്കെ, അപ്പോൾ സുനിൽ വർക്കി ഒരു കാര്യം പറയുന്നു, വിജയകുമാർ. അതായത് SK സ്റ്റണ്ടിൽ മാവേലിക്കര മണ്ഡലം കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ സ്റ്റണ്ട് കുറച്ച് കടുക്കും. മാവേലിക്കൽ അത്ര സ്റ്റണ്ട് കൂടുതലാണ്. മാവേലിക്കര ഇത്തിരി സ്റ്റണ്ട് ആണെന്നാണ്, ഇച്ചിരി കടുപ്പം ഉള്ള പോരാട്ടം കടുക്കുമല്ലേ? ഓക്കെ, ഇനി നമുക്ക് കണ്ടതും കേട്ടതും. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേതാക്കളുടെ കൂടുമാറ്റവും സജീവമായി. വർഷങ്ങൾ പ്രവർത്തിച്ച പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ നേതാക്കൾ നിരത്തുന്ന കാരണങ്ങളാണ് രസം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ചില കൂടുമാറ്റങ്ങൾ പരിശോധിച്ചാൽ ഒട്ടേറെ സമാനതകൾ കാണാം. അവരുടെ ന്യായീകരണങ്ങളും കുറച്ച് വിചിത്രമായി തോന്നും. പ്രവർത്തിക്കുന്ന പാർട്ടിയോടുള്ള അതൃപ്തി, എതിർ പാർട്ടിയിൽ നിന്നുള്ള ക്ഷണം, ആലോചന, കൂടിയാലോചന, വീണ്ടും ഒരു ആലോചന. ഇനി കൂടുതൽ ഒന്നും ആലോചിക്കാനില്ലെന്ന മിനിമം 3 പേരുടെ ഉപദേശം. അപ്പോഴേക്കും മൈൻഡ് സെറ്റ്. നമ്മളോടൊന്നും തോന്നല്ലേ? ഞാൻ സഞ്ജീവാനുമില്ല, സഹാവാനുമില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഒരു പാട്ട് കേട്ടോ, പാട്ടോ. എന്നെ അനുഗ്രഹിക്കണം. അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുവരെ സ്ഥാനമാനങ്ങൾ നൽകിയ പാർട്ടിയെക്കുറിച്ചുള്ള ഡയലോഗ് എന്തായിരിക്കുമെന്ന് ചേക്കിലെ മയിൽ കുറ്റിക്ക് വരെ അറിയാം. അവരെ അവഗണിച്ചു എന്ന് മാത്രമല്ല, അവഗണിക്കപ്പെടുന്ന മനസ്സ് മടുത്താണെന്ന് തന്നെ പറയാം. പക്ഷെ എനിക്ക് അവിടെ നിന്നുണ്ടായ അവഗണനയും അവഗണന അടിമത്തം അപകർഷ ജീവിതം, അവഗണന അടിമത്തം അപകർഷ ജീവിതം. ഉപാധികളില്ലാതെ ഉപാധികളൊന്നുമില്ലാതെ ആ പാർട്ടിയിലേക്ക് ചേരുന്നത്. എനിക്കൊരു ഉപാധിയില്ല, അറിയാമല്ലോ. നീ BJP വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനവും നോക്കിയല്ല ഞാൻ വന്നിരിക്കുന്നത്. BJPയിലേക്ക് പോകുന്നത് ബഹുമാനിയായ മോദിയുടെ ഗ്യാരണ്ടിയാണ്. മോദിജി ഗവൺമെന്റ് ഒരുപാട് കാര്യം, അതുപോലെ തന്നെ വനിതാ സംവരണം, വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം, ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലഞ്ചേരി ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? കുറച്ചു കാലങ്ങളായി മോദിജിയുടെ ആ രീതികളും എല്ലാം പഠിച്ചപ്പോൾ എനിക്കൊറ്റ കാര്യത്തിലാണ് എനിക്കിഷ്ടം. ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ളൊരു നേതാവ് വേണം. അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. പഴയ നേതാക്കളെ ഏറിൽ കയറ്റി പുതിയ നേതാക്കളെ പൊക്കിയടിക്കുന്നവരെ പ്രത്യേകം നോട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ബ്രദറാണോ സിസ്റ്ററാണോ എന്നതൊന്നും വിഷയമല്ല. അരസിയലിൽ ഇതൊക്കെ സഹജം മാമ. ചേട്ടൻ്റെ സ്വഭാവം എനിക്കൊരു പ്രശ്നമല്ല. കാരണം ചേട്ടൻ എന്ന് പറയണല്ല നാളെ പറയാം. ആള് ഒരു 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ അവകാശമില്ല. എന്റെ അമ്മയെ നാട്ടിച്ച്. വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ചില വിഷയങ്ങൾ പോലും ചിലരുടെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കുന്നുണ്ടാവും. ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ KPCC ഓഫീസിന്റെ ഫ്രണ്ടിൽ അവരുടെ മുടി മൊട്ടയടിച്ച് പോയ വേദനയോടുകൂടി പോയ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഒരു പാർട്ടിയുടെ അംഗീകാരം കിട്ടാത്തതുകൊണ്ട് അവർക്ക് അത്രയും വിഷമത ഉള്ളതുകൊണ്ടായിരിക്കും അവരങ്ങനെ പ്രതികരിച്ചത്. എല്ലാവരും ആ രീതിയിലായിരിക്കും പ്രതികരിച്ചത്. പക്ഷെ അതിന് നൽകിയ മറുപടി സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണ്. അല്ല, ഒരു സ്വകാര്യം ചോദിച്ചോട്ടെ, എന്തൊക്കെ ഭാരവാഹിത്വം ഉണ്ടായിരുന്നു പാർട്ടിയിൽ? ഞാൻ ഈ അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡൻ്റായിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി സംസ്ഥാന ഭാരവാഹിയായിരുന്നു. കൈത്തൊഴിലാളി സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു.
മഹിളാ കോൺഗ്രസിൻ്റെ. അവിടെ നിന്ന് ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. മഹിളാ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. പിന്നെ AICC മെമ്പർ. നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. ഇത്രയും ചുമതലകളൊക്കെ പാർട്ടി തന്നു. അപ്പോൾ പിന്നെ അവഗണിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? തന്നിട്ടുണ്ട്. എങ്ങനെ ഇരിക്കണം? പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ പിന്നെ കൂരായണ എന്നാണല്ലോ. ആവേശത്തിൽ ചാടി പാലത്തിൽ കയറിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ കടക്കാൻ പറ്റാത്തവരും ഉണ്ടേ. ഞാനൊരു നേതാവ് അല്ല ഇപ്പോൾ. ആ നേതാവിൻ്റെ ഓർമ്മയിലല്ല പോയത്. വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഇതിലൊരാളെ വിട്ടുപോയി, PC ജോർജിന് അല്ലേ? അദ്ദേഹം ഇത് കാണുകയാണെങ്കിൽ എന്നെ അവഗണിച്ചല്ലോ എന്നൊരു പരാതി അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു അവസരത്തിൽ അങ്ങേക്കും പരിഗണനയുണ്ടാകും. PC വിട്ടൊരു കളിയില്ല കേട്ടോ. ഇനി കമ്പക്കെട്ട്. തെരഞ്ഞെടുപ്പ് മത്സരം ചൂടുപിടിച്ച തമിഴ്നാട്ടിലെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് കൃഷ്ണഗിരി. കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന അതിർത്തി മണ്ഡലമാണ് ഈ കൃഷ്ണഗിരി. DMK മുന്നണിയിൽ കോൺഗ്രസ്, BJP, AIADMK സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. പക്ഷേ കൃഷ്ണഗിരിയെ ശ്രദ്ധേയമാക്കുന്നത് ഇതൊന്നുമല്ല. ഇവിടെ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെ കൂടാതെ നാലാമതൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട്. അവരുടെ പേര് വിദ്യാറാണി. പ്രബല മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം കളം പിടിക്കുന്ന വിദ്യാറാണിയാണ് കൃഷ്ണഗിരിയെ വാർത്തകളിൽ എത്തിക്കുന്നത്. ആരാണ് ഈ വിദ്യാറാണി? അതാണ് നോക്കിക്കോളൂ. പാർട്ടി നാം തമിഴർ കച്ചി, ചിഹ്നം മൈക്ക്, തമിഴിൽ ഒളിവാങ്കി എന്നാണ് പേര്. മണ്ഡലം കൃഷ്ണഗിരി. സ്ഥാനാർത്ഥിയുടെ പൂർണ്ണനാമം വിദ്യാറാണി വീരപ്പൻ എന്നാണ്. ഇതിലെ വീരപ്പൻ സാക്ഷാൽ വീരപ്പൻ തന്നെ. തെക്കേ ഇന്ത്യയെ കിടുകിട വിറപ്പിച്ച വനം കൊള്ളക്കാരൻ വീരപ്പന്റെ മകളാണ് വിദ്യ. கிருஷ்ணகிரி தொகுதியினுடைய வெற்றி வேட்பாளராக என் அன்பு மகள் வித்யா வீரப்பன் அவர்களை அறிவிப்பதில் நான் உண்மையிலேயே பெருமையும் மகிழ்ச்சியும் அடைகிறேன். വിദ്യയുടെ പ്രചാരണ വാഹനത്തിൽ വീരപ്പന്റെ വലിയ വലുപ്പത്തിലുള്ള ഒരു ഛായാചിത്രമുണ്ട്. പ്രവർത്തകരുടെ കയ്യിലും വീരപ്പൻ ചിത്രങ്ങളുണ്ട്. പിതാവിന്റെ ജീവചരിത്രത്തിലെ കറക്കുറ്റപ്പാടുകളല്ല പ്രധാനമെന്നാണ് വിദ്യയുടെ വാദം. തിരുത്തി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനെ ഗൂഢാലോചനയിലൂടെ വകവരുത്തിയതിന്റെ പ്രതിഷേധം ജനങ്ങൾക്കുണ്ടെന്നും അത് വോട്ടാകുമെന്നും വിദ്യ ന്യായം നിരത്തുന്നു. പ്രധാന മുന്നണികൾക്കെതിരെ തീവ്ര തമിഴ് നിലപാടുള്ള സീമാൻ രൂപം നൽകിയ നാം തമിഴർ കച്ചി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ആകെയുള്ള 40 സീറ്റിലും മത്സരിക്കുന്നു. ആകെയുള്ള 40-ൽ 20 വനിതകൾക്ക് നൽകി മുന്നണികളെ ഞെട്ടിച്ചിരിക്കുകയാണ് സീമാനിക്കുറി. കർഷകർക്കും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും പ്രധാന പരിഗണന നൽകുമെന്നാണ് വിദ്യാറാണി വീരപ്പന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. വീരപ്പന്റെ സമുദായം വണ്ണിയാർ വിഭാഗത്തിന്റെ പാർട്ടി എന്നു പേരുള്ള PMKയിൽ ആദ്യം കുറച്ചുകാലം വിദ്യ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ പാർട്ടി വേണ്ടത്ര പരിഗണിക്കാതെ വന്നതോടെ BJPയിലെത്തി. യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെയായി. എന്നാൽ പിന്നീട് തീവ്ര തമിഴ് നിലപാടുള്ള നാം തമിഴർ കച്ചിയിലേക്ക് ചുവടുമാറി. അഭിഭാഷകയാണ് വിദ്യ. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച നാം തമിഴർ കച്ചിക്ക് കൃഷ്ണഗിരിയിൽ നേടാനായത് 28,000 വോട്ട് മാത്രമാണ്. ഇക്കുറി വീരപ്പൻ എഫക്റ്റ് വോട്ട് വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാ വീരപ്പനും കക്ഷി നേതാവ് സീമാനും. ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, നമ്മുടെ ഈ സ്ഥിരം പ്രേക്ഷകനാണ് ഈ പവിത്രൻ പാതിരപ്പറ്റ. ഈ പാതിരപ്പറ്റ തന്നെ ഫേമസ് ആയിരിക്കുന്ന പവിത്രന്റെ പിന്നാലെ ഈ പവിത്രൻ പാതിരപ്പറ്റയെ നമുക്കൊന്ന് കുളിപ്പിക്കണം. പുള്ളി ഈ നമ്മൾ ഇലക്ഷൻ സ്റ്റണ്ട് തുടങ്ങിയപ്പോൾ നിങ്ങളുടെ സ്റ്റണ്ട് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ഇപ്പൊ ചോദിക്കുന്നു, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞില്ലേ, എനിക്ക് കുളിക്കാൻ പോകുന്ന നേരമാകുന്നു, പോയി കുളിച്ചോളൂ ചേട്ടാ, ഞങ്ങൾ നമ്മുടെ ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ എൻകൗണ്ടറുമായിട്ട് ആത്മീയ വരുന്നുണ്ട്, ആകെ ജഗപുകയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പാതിരപ്പറ്റ പറഞ്ഞ പോലെ ഇലക്ഷൻ സ്റ്റണ്ട് ഇവിടെ അവസാനിപ്പിച്ചാലോ? അതെ.